നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ചയാണ്. നിഫ്റ്റിയിൽ ഇന്നലെ നല്ലൊരു റിക്കവറിയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷറും കാണാൻ സാധിച്ചു. 24,900 24,800 നിഫ്റ്റിക്ക് ഇന്നലെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. US മാർക്കറ്റുകൾ ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 0.74%, S&P 500 0.37%, നാസ്ഡാക്ക് 0.03%മാണ് ഇടിഞ്ഞത്. US ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിന് ശേഷം പെട്ടെന്ന് ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നത് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ മെഗാ ക്യാപ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ ഇനി വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആമസോൺ, ആപ്പിൾ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. ഇതെല്ലാമാണ് ഇതിനൊക്കെ മുന്നോടിയായിട്ടാണ് ഇന്നലെ US മാർക്കറ്റുകൾ ഇടിഞ്ഞത്. ഇന്നലെ നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് 3.5% ഉയരുകയുണ്ടായി. മെറ്റ പ്ലാറ്റ്ഫോം 11.3% ഉയർന്നു. ഇനി AI റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇന്നലെ നഷ്ടമുണ്ടാക്കിയത്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. ഓഗസ്റ്റ് 1 താരിഫ് സമയപരിധി അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രസിഡന്റ് ട്രംപ് 10% മുതൽ 41% വരെ പുതിയ ഇറക്കുമതി നികുതികൾ പ്രഖ്യാപിച്ചു. അതായത് ഇപ്പോൾ തീരുവ ഒഴിവാക്കാൻ മറ്റു രാജ്യങ്ങളിലൂടെ വഴിതിരിച്ചു വിടുന്ന എല്ലാ സാധനങ്ങൾക്കും 40% അധിക നികുതി നൽകണമെന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. S&P 500 0.26%ൻ്റെ ഇടിവിലും ഡൗ ജോൺസ് 0.19%ൻ്റെ ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഫ്രാൻസ് മാർക്കറ്റ് CAC 1.16% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.82%മാണ് ഇടിഞ്ഞത്. മറ്റ് അസറ്റ് ക്ലാസ്സുകളിൽ ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $115,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. സ്പോട്ട് ഗോൾഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺസർട്ടൈനിറ്റി, അതായത് ഓഗസ്റ്റ് 1 ഡെഡ് ലൈൻ ഇപ്പോൾ US പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഒരു അൺസർട്ടൈനിറ്റി മാർക്കറ്റിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലെ സ്പോട്ട് ഗോൾഡ് 0.6%ൻ്റെ നേട്ടമാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് പവന് 73,360 രൂപയാണ്. ഇന്നലെ ഓയിൽ പ്രൈസുകളിൽ 1%ൻ്റെ ഇടിവാണ് ഉണ്ടായത്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 30 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് WTI ഫ്യൂച്ചേഴ്സ് 0.07%ൻ്റെ ഇടിവിലും ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.2%ൻ്റെ ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് നല്ല വൊളറ്റൈലായിരിക്കുന്ന ഈ സമയത്ത് നല്ല ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ നിങ്ങൾക്കും ഭാഗമാവണമെങ്കിൽ നിങ്ങൾക്ക് തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാസം വെറും 799 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇന്ത്യ US-നെതിരെ ഉടനടി പ്രതികാരം ചെയ്യുകയോ കൃഷി, തൊഴിൽ കേന്ദ്രീകൃത വ്യവസായങ്ങൾ തുടങ്ങിയ ആഭ്യന്തര മേഖലകളെ ദോഷകരമായി ബാധിക്കുന്ന എന്തെങ്കിലും വ്യാപാര ഇളവുകൾ നൽകുകയോ ചെയ്യില്ല എന്ന് കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞു. കർഷകർ, MSMEകൾ, തൊഴിലാളികൾ, കയറ്റുമതിക്കാർ, വ്യവസായം എന്നിവയുടെ ക്ഷേമത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പ്രസ്താവിച്ചു. മാർക്കറ്റിൽ വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത് എന്ന് ഇന്നലത്തെ മാർക്കറ്റും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വലിയൊരു ഗ്യാപ് ഡൗണിൽ ആരംഭിച്ച് പിന്നീട് ഉച്ചയോടുകൂടി നല്ല നേട്ടത്തിലെത്തിയ നിഫ്റ്റി വീണ്ടും തിരിച്ച് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ഇന്നത്തെ ഇന്ത്യൻ വിപണിയെ നമുക്ക് കൂടുതലായി തന്നെ വാച്ച് ചെയ്യാം. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ച് പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ Q1 റിസൾട്ടുകളിലേക്ക്. ആദ്യം ഐഷർ മോട്ടോഴ്സ്. നെറ്റ് പ്രോഫിറ്റിൽ 9.4%ൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയത്. 1,205.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 14.8%ൻ്റെ വർധനവ് രേഖപ്പെടുത്തി 5,041.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി കോൾ ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 20.2%ൻ്റെ ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 8,734.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.4%ൻ്റെ ഒരു ഇടിവും വന്നിരിക്കുന്നു. 35,842.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇൻട്രം ഡിവിഡൻഡായി കമ്പനി പ്രഖ്യാപിച്ചത് 5 രൂപ 50 പൈസയാണ്. അടുത്തത് സ്വിഗ്ഗി എന്ന കമ്പനിയാണ്. നെറ്റ് ലോസ് ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. 1,197 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് ലോസ് ഉള്ളത്. പക്ഷേ റവന്യൂവിൽ 54%ൻ്റെ വർധനവും രേഖപ്പെടുത്തി. ഫുഡ് ഡെലിവറി ബിസിനസ്സിൽ 18.6%ൻ്റെ വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്വിക്ക് കൊമേഴ്സ് റവന്യൂവിൽ 115.5%ൻ്റെ വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു കമ്പനി PB ഫിൻടെക് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 40.6%ൻ്റെ വർധനവ് രേഖപ്പെടുത്തി 84.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും നല്ല വർധനവാണ്. 33.4%ൻ്റെ വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 1,348 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് മികച്ച
ഒരു നേട്ടം കൊണ്ടുവന്നത് ചാലറ്റ് ഹോട്ടൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 235% വർധനവ് വന്നിരിക്കുന്നു. 203.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും വലിയ വർധനവ് തന്നെയാണ്. 147.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 22.4% വർധനവ് രേഖപ്പെടുത്തി 548.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 15.5% വർധനവ് 5697.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തു വരുന്ന ദിവസമാണ്. അതുകൊണ്ട് ഓട്ടോ സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിലുണ്ടായിരിക്കും. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെയില്ല. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രമെന്ന് പറയാം. ITC, അദാനി പവർ, ടാറ്റ പവർ, UPL, LIC ഹൗസിംഗ് ഫിനാൻസ്, ഡൽഹി വെറി, ഗ്ലാക്സോ സ്മിത്ത്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഗ്രാഫൈറ്റ് ഇന്ത്യ, GR ഇൻഫ്ര പ്രൊജക്ട്സ്, JK ലക്ഷ്മി സിമെന്റ്, ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ്, നാരായണ ഹൃദയാലയ, സിംഫണി തുടങ്ങിയവയാണ്. ഇനി ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതലുള്ള കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 1 മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, അങ്ങനെ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് അങ്ങനെ ധാരാളം കാര്യങ്ങളിലൂടെയാണ് കോഴ്സ് കടന്നു പോകുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ തൊട്ടുമുകളുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 5589 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 6373 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS വീണ്ടും സെല്ലിങ്ങിൽ തന്നെയാണ് എന്നതാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. അതോടെ ജൂലൈ മാസത്തിൽ ക്യാഷ് മാർക്കറ്റിൽ FIS ഏകദേശം 47,667 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.37% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.21% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 0.67% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് വലിയ ഇടിവിലാണ്, 3.03% ഇടിവിലാണ്. ട്രംപ് റെസിപ്രോക്കൽ താരിഫുകൾ മാറ്റം വരുത്തിയതാണ് ഇപ്പോൾ കോസ്പി മാർക്കറ്റ് ഇടിയാനുള്ള കാരണമായത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,727-ൽ 110 പോയിന്റ്സ് ഇടിഞ്ഞാണ്. അതായത് ഇപ്പോഴത്തെ ഒരു നില വെച്ച് 35 മുതൽ 40 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. ഇന്നലെ നിഫ്റ്റി 24,768-ൽ 87 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് നല്ലൊരു റിക്കവറിയാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. പക്ഷേ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഫോം ആയത് ഒരു പേഴ്സിംഗ് ലൈൻ ക്യാൻഡിൽ സ്റ്റിക് ബുള്ളിഷ് പാറ്റേൺ ആയിരുന്നു. ഈ ഒരു പാറ്റേണിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് ഡെയിലി ബേസിസിൽ വെക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ കാണാവുന്നതാണ്. കൂടാതെ ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നലത്തെ ഹൈ 24,956 ആണ്. ഇന്നലെ 50-day EMA ആണ് ഒരു റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്തത്. അവിടെ നിന്നാണ് നിഫ്റ്റി ഇന്നലെ ഡൗൺ ആയത്. ഇപ്പോഴത്തെ ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ തുടരുന്നെങ്കിലും നല്ല ചില ബൗൺസ് ബാക്കുകൾ കാണിക്കുന്നത് നമുക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യുന്നതിനായിട്ട് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിക്കാം. 24,750 സ്ട്രൈക്കിൽ 284% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 308% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണുള്ളത്. 24,700 സ്ട്രൈക്കിൽ 6% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 39% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. 24,800 സ്ട്രൈക്കിൽ 24% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. കോൾ സൈഡിൽ 158% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ആണ് കുറച്ചുകൂടി ശക്തിയായി നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,962-ൽ 189 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വാഴ്ചത്തെ ഗ്രീൻ ക്യാൻഡലിന് താഴെയായിട്ട് ക്ലോസിംഗ് വെക്കാത്തത് കൊണ്ട് അതൊരു പോസിറ്റിവിറ്റി ആയിട്ട് കാണാം. കൂടാതെ ഡൗൺ സൈഡിൽ ഇപ്പോഴത്തെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യവും പൊതുവെ എടുത്തു കഴിഞ്ഞാൽ വീക്ക് തന്നെയാണ്. 20-50-day EMAകൾക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
ഇനി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും ആ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.